Hi everyone, welcome to my online class. അപ്പോൾ ഇന്ന് ഞാൻ 10th സ്റ്റാൻഡേർഡ് കേരള സിലബസിൻ്റെ 10th സ്റ്റാൻഡേർഡിൻ്റെ ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്നുള്ള ചാപ്റ്ററാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഗ്രേഡ് 10th ദ സ്നേക്ക് ആൻഡ് ദ മിറർ. അപ്പോൾ നോക്കാം നമുക്ക്. അപ്പോൾ ഇത് എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. വൈക്കം മുഹമ്മദ് ബഷീർ നമുക്കറിയാം, നമ്മൾ പല സ്റ്റോറീസും വായിച്ചിട്ടുണ്ടാവും പലരും. ആളെ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ബേപ്പൂർ സുൽത്താൻ എന്ന് പറഞ്ഞിട്ടാണ് അറിയപ്പെടുന്നത്. ആളൊരു ഹ്യൂമനിസ്റ്റ് ആയിരുന്നു, ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു, നോവലിസ്റ്റും ഷോർട്ട് സ്റ്റോറി റൈറ്ററും ആയിരുന്നു. നമ്മളുടെ കേരളത്തിൻ്റെ അഭിമാനം എന്ന് തന്നെ പറയാം. ആളുടെ കുറച്ച് ഫേമസ് വർക്കുകൾ ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, എൻ്റെ ഉപ്പാപ്പാക്കൊരു ആനുണ്ടായിരുന്നു, ജന്മദിനം ആൻഡ് പിന്നെ അനർഘ നിമിഷം. ഇതൊക്കെയായിരുന്നു ആളുടെ നോട്ടബിൾ വർക്ക്സ്. പിന്നെ വൈക്കം മുഹമ്മദ് ബഷീറിന് പത്മശ്രീ അവാർഡ് 1982 കിട്ടിയത്. ആൾ 1994 മരണപ്പെട്ടു. അപ്പോൾ ആളുടെ ഒരു സ്റ്റോറിയാണ് ദ സ്നേക്ക് ആൻഡ് ദ മിറർ. ഇത് ഒരു ഹോമിയോപ്പതി ഡോക്ടറെ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ ഒരു സ്റ്റോറി. ഇതിലെ നായകൻ എന്ന് പറയുന്നത് ഒരു ഹോമിയോപ്പതി ഡോക്ടറാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്റർ നോക്കാം. Has a snake ever coiled itself around any part of your body? A full-blooded cobra. All of us fell silent. The question came from the homeopath. The topic came up when we were discussing snakes. We listened attentively as the doctor continued with the tale. So, ഇവിടെ ഒരു ഡിസ്കഷനാണ്. ഒരു ഡോക്ടർ, ഹോമിയോപ്പതിക് ഡോക്ടറും കുറച്ച് പേരും കൂടി ഇരുന്നിട്ട് സംസാരിക്കുകയായിരുന്നു. ദേ വർ ഡിസ്കസിങ് അബൌട്ട് സ്നേക്സ്. പാമ്പുകളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് ഈ ഡോക്ടർ പറഞ്ഞത്, എപ്പോഴെങ്കിലും നിങ്ങളെ ഒരു പാമ്പ് നിങ്ങളുടെ ശരീരത്തെ എവിടെയെങ്കിലും ചുറ്റിയിട്ടുണ്ടോ? കോയിൽഡ് എന്ന് പറഞ്ഞാൽ ചുറ്റുക, ഡേഞ്ചറസും പോയ്സണസും. എ ഫുൾ ബ്ലഡഡ് കോബ്ര എന്ന് പറഞ്ഞാൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പോയ്സൺ, ഭയങ്കര വിഷമുള്ളൊരു പാമ്പ് എന്നെങ്കിലും നിങ്ങളെ ചുറ്റിയിട്ടുണ്ടോ? ഏതെങ്കിലും പാർട്ട് ഓഫ് യുവർ ബോഡി, ഏതെങ്കിലും നിങ്ങളുടെ ശരീരത്തെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചുറ്റിയിട്ടുണ്ടോ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ എല്ലാവരും സൈലൻ്റായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡോക്ടറെ കഥ പറയാണ്. We listened attentively as the doctor continued with the tale. അപ്പം നമ്മൾ ആ കഥ, ടെയിൽ എന്ന് പറഞ്ഞ കഥ, അപ്പം ഞങ്ങൾ അറ്റൻറ്റീവായിട്ട് ശ്രദ്ധിച്ചു. ഡോക്ടർ പറയുന്ന ആ കഥ കേട്ടു. It was a hot summer night about 10 o'clock. I had my meal at the restaurant and returned to my room. I heard a noise from above as I opened the door. The sound was a familiar one. One could see that rats and I shared the room. I took out my box of matches and lighted the kerosene lamp on the table. So ആൾ കഥ പറയാണ്. അതൊരു ഹോട്ട് നൈറ്റ് ആയിരുന്നു, വളരെ ചൂടുള്ളൊരു രാത്രിയായിരുന്നു. രാത്രി 10 മണിയാണ്. ഞാൻ എൻ്റെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ എൻ്റെ റൂമിലേക്ക് തിരിച്ചു വരികയാണ്. ഒരു ചൂട് കാലമായിരുന്നു, 10 മണിയായിരുന്നു സമയം. ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ എൻ്റെ റൂമിലേക്ക് വരികയാണ്. അപ്പോഴാണ് ഞാൻ വാതിൽ തുറന്നപ്പോൾ എന്തോ ഒരു സൗണ്ട് കേട്ടത്. പക്ഷെ ആ സൗണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പരിചയമുള്ള സൗണ്ടാണ്. കാരണം എൻ്റെ റൂമിൽ ഇഷ്ടം പോലെ റാറ്റ്സ് ഉണ്ടായിരുന്നു. ഒരാൾക്ക് വേണമെങ്കിൽ പറയാം, ഞാനും റാറ്റും കൂടി റൂം ഷെയർ ചെയ്തിട്ടാണ് നിന്നിരുന്നതെന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്തു, മാച്ച് ബോക്സിൻ്റെ ബോക്സ് തീപ്പെട്ടി എടുത്തിട്ട് മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു. ടേബിൾ മേലുള്ള മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു. ഇതാണ് കെറോസിൻ ലാമ്പ്. അപ്പോൾ അത് കത്തിച്ചു.
The house was not electrified. It was a small rented room. I had just set up medical practice and my earnings were meager. I had about 60 rupees in my suitcase, along with some shirts and dhotis. I also possessed one solitary black coat which I was then wearing. പിന്നെ എൻ്റെ വീടെന്ന് പറഞ്ഞാൽ കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയൊരു വാടക വീടായിരുന്നു. ഞാൻ എൻ്റെ പ്രാക്ടീസ് തുടങ്ങിയ സമയമായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഹോമിയോപ്പതി ഡോക്ടറായിട്ട് പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ. പിന്നെ എൻ്റെ വരുമാനം എന്ന് പറഞ്ഞാൽ ഭയങ്കര മീഗറാണ്. മീഗർ എന്ന് പറഞ്ഞാൽ തുച്ഛമാണ്. തുച്ഛമായ എന്തെങ്കിലും എനിക്ക് കിട്ടുള്ളൂ. എൻ്റെ പെട്ടി ഇൻ മൈ സൂട്ട് കേസ്. സൂട്ട് കേസിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? 60 റുപ്പീസ്, 60 രൂപ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഷർട്ടും മുണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ എൻ്റെ പെട്ടി എന്ന് പറഞ്ഞ സമ്പാദ്യത്തിൽ എനിക്ക് ആകെ ഉണ്ടായിരുന്നത് 60 രൂപയും കുറച്ച് ഷർട്ടും മുണ്ടുകളും മാത്രമായിരുന്നു. ദെൻ ഐ ഓൾസോ പോസസ്ഡ് വൺ സോളിറ്ററി ബ്ലാക്ക് കോട്ട്. പിന്നെ എനിക്ക് ആകെയുള്ള വേറൊരു സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ഒരു കറുത്ത കോട്ടാണ്. ഞാൻ ഇട്ടിരുന്ന ഒരു കറുത്ത കോട്ടുമാണ് എനിക്ക് ഉണ്ടായിരുന്ന ഒരു കറുത്ത കോട്ടാണ് എനിക്കുണ്ടായിരുന്ന എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന സംഭവങ്ങൾ. I took off my black coat, white shirt and not so white vest and hung them up. I opened the 2 windows in the room. It was an outer room with one wall facing the open yard. It had a tiled roof with long supporting gables that rested on the beam over the wall. There was no ceiling. There was a regular traffic of rats to and from the beam. I made my bed and pulled it close to the wall. I lay down, but I could not sleep. I got up and went out to the veranda for a little air, but the wind god seems to have taken time off. അപ്പോൾ ഞാൻ എൻ്റെ കോട്ടും ഊരി, എന്നിട്ട് എൻ്റെ അധികം വെളുത്തതല്ലാത്ത ഷർട്ടും പിന്നെ ഒരു മുഷിഞ്ഞ നോട്ട് സോ വൈറ്റ്, അധികം നല്ല കളറൊന്നും ഇല്ലാത്തൊരു ബനിയനും ഉണ്ടായിരുന്നു. അതും ഞാൻ ഊരിയിട്ട് അത് തൂക്കിയിട്ടു പുറത്ത്. അത് റൂമിൽ തൂക്കിയിട്ടതല്ല. ഷർട്ടും വെസ്റ്റും പിന്നെ ഇതും അവിടെ തൂക്കിയിട്ട്. ഐ ഓപ്പൺ 2 വിൻഡോസ് ഇൻ ദ റൂം. ഞാൻ റൂമിലുള്ള 2 വിൻഡോകൾ തുറന്നു. ഇറ്റ് വാസ് ആൻ ഔട്ടർ റൂം വിത്ത് വൺ വാൾ ഫേസിങ് ദ ഓപ്പൺ യാർഡ്. അതൊരു പുറത്തുള്ളൊരു റൂമായിരുന്നു, ഒരു ഔട്ട് ഹൗസ് പോലത്തെ ഒരു റൂമായിരുന്നു. അതിൻ്റെ ഒരു ചുമരെന്ന് പറഞ്ഞത് അത് മുറ്റത്തേക്ക് ഫേസ് ചെയ്തിട്ടായിരുന്നു, മുറ്റം ഫേസ് ചെയ്തിട്ടായിരുന്നു. ഇറ്റ് ഹാഡ് എ ടൈൽ റൂഫ് വിത്ത് ലോങ് സപ്പോർട്ടിങ് ഗേബിൾസ്. അത് ഓടിട്ടിട്ട് ഉള്ളൊരു ടോപ്പായിരുന്നു, റൂഫ് അങ്ങനെ ആയിരുന്നു. മട്ടച്ചുവർ എന്ന് പറയും, ഗേബിൾസ് എന്ന് പറഞ്ഞാൽ മട്ടച്ചുവർ. ദാറ്റ് റെസ്റ്റഡ് ഓൺ എ ബീം. ബീം എന്ന് പറഞ്ഞാൽ തടി. ഓവർ ദ വാൾ. ദർ വാസ് നോ സീലിംഗ്. അത് സീലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇത് വഴി ഈ ഓടിട്ട് അറിയാലോ നമുക്കതിൻ്റെ ബീമുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുവഴി റാറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരുന്നു. ഞാൻ എൻ്റെ ബെഡൊക്കെ വിരിച്ചിട്ട് വാളിൻ്റെ അടുത്ത് വിരിച്ചിട്ട് അവിടെ കിടന്നു. പക്ഷേ എനിക്ക് ഉറക്കം വന്നില്ല, കാരണം ഇറ്റ് വാസ് വെരി ഹോട്ട്, ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ഞാൻ പുറത്തേക്ക് വരാന്തയിലേക്ക് ഇറങ്ങി കുറച്ച് കാറ്റ് കിട്ടാൻ വേണ്ടി. പക്ഷേ കാറ്റിൻ്റെ ദേവതം അന്ന് പണി മുടക്കിയിരുന്നു, കാരണം കാറ്റ് ഉണ്ടായിരുന്നില്ല. I went back into the room and sat down on the chair. I opened the box beneath the table and took out a book. അപ്പോൾ എന്ത് ചെയ്തു? കാറ്റൊന്നുമില്ല. പുറത്ത് പോയി നോക്കിയപ്പോൾ, വരാന്തയിൽ പോയി നോക്കിയപ്പോൾ അവിടെ കാറ്റൊന്നുമില്ല. അപ്പോൾ തിരിച്ച് റൂമിലേക്ക് വന്നിട്ട് കസേരയിലേക്ക് ഇരുന്നിട്ട് താഴെ വെച്ചിരുന്ന ടേബിളിൻ്റെ താഴെ വെച്ചിരുന്ന എൻ്റെ ഒരു ബോക്സ് എടുത്തിട്ട് ഞാൻ അതിൽ നിന്നൊരു ബുക്ക് എടുത്തു. ദ മെറ്റീരിയ മെഡിക്ക. I opened it at the table on which stood the lamp and a large mirror. A small comb lay besides the mirror. അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു ബുക്ക് എടുത്തു. ദ മെറ്റീരിയ മെഡിക്ക. ഇതാണ് ആ ബുക്ക്, ഒരു മെഡിക്കൽ ബുക്കാണ്. അപ്പോൾ അത് ഞാൻ എടുത്ത് ടേബിൾമേ വെച്ചു. ടേബിൾമേ ഒരു ലാമ്പ്, ഒരു വിളക്കും പിന്നെ ഒരു വലിയ കണ്ണാടിയും ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് തന്നെ ഒരു കോമ്പ്, ഒരു ചീപ്പ് ഉണ്ടായിരുന്നു.
One feels tempted to look into a mirror when it is near. I took a look. In those days, I was a great admirer of beauty and I believed in making myself look handsome. I was unmarried and was a doctor. I felt I had to make my presence felt. I picked up the comb and ran it through my hair and adjusted the parting so that it looked straight and neat. Again, I heard that sound from above. അപ്പോൾ അവിടെ മിററിൻ്റെ അടുത്ത് നിന്നപ്പോൾ മിററിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്കൊരു ടെംപ്റ്റേഷൻ ഉണ്ടാവും. ഒരു നമ്മളെ ആകർഷിക്കും, ഒരു പ്രലോഭിക്കും നമ്മളെ മിററും ഒന്ന് നോക്കാൻ. അപ്പം ഞാനും നോക്കി. ഞാനും പണ്ട് ഒരു ബ്യൂട്ടിയുടെ സൗന്ദര്യത്തിൻ്റെ ആരാധകനായിരുന്നു. കാരണം ഞാൻ ചെറുപ്പമായിരുന്നു, അൺമാരീഡ് ആയിരുന്നു, കല്യാണം കഴിച്ചിട്ടില്ല, പിന്നെ ഒരു ഡോക്ടറായിരുന്നു. അപ്പം ഞാനും സൗന്ദര്യം ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ കോമ്പൊക്കെ എടുത്തിട്ട് എൻ്റെ മുടിയൊക്കെ ഒതുക്കി ചീകി വെച്ചിട്ട് കണ്ണാടിയിലേക്ക് ഇങ്ങനെ നോക്കി മുടി ചീകുകയായിരുന്നു. അപ്പോഴും ഐ ഹേർഡ് ദാറ്റ് സൗണ്ട് ഫ്രം എബവ്. മുകളിൽ നിന്ന് ഞാൻ വീണ്ടും ആ സൗണ്ട് കേട്ടു. ഐ ടുക്ക് എ close look at my face in the mirror. I'd made an important decision. I would shave daily and grow a thin mustache to look more handsome. I was, after all, a bachelor and a doctor. അപ്പം എന്തായി, ഇങ്ങനെ മുടി ചീകിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വീണ്ടും കുറച്ചും കൂടി അടുത്ത് നിന്ന് കണ്ണാടിയിൽ നോക്കി. എന്നിട്ട് ഞാനൊരു തീരുമാനം എടുത്തു. ഐ മെയ്ഡ് എ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ. ഒരു പ്രധാനപ്പെട്ടൊരു തീരുമാനം എടുത്തു. എന്തായിരുന്നു ആ തീരുമാനം? ഞാൻ ഡെയിലി ഷേവ് ചെയ്യും, ഒരു നേരിയ മീശ വളർത്തും, കൂടുതൽ സുന്ദരനാവാൻ വേണ്ടിയിട്ട്. ഐ വുഡ് ഷേവ് ഡെയിലി ആൻഡ് ഗ്രോ എ തിൻ മുസ്റ്റാഷ്. വളരെ നേരിയ ഒരു മീശ വളർത്തും, ടു ലുക്ക് മോർ ഹാൻസം, കൂടുതൽ ഭംഗി ഉള്ളവനാവാൻ. ബിക്കോസ് ഐ വാസ് എ ബാച്ചിലർ. ഞാനൊരു ബാച്ചിലറായിരുന്നു, കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ ആഫ്റ്റർ ഓൾ ഐ എം എ ഡോക്ടർ. പിന്നെ ഞാനൊരു ഡോക്ടറും ആയിരുന്നു. I looked into the mirror and smiled. It was an attractive smile. I made another earth-shaking decision. I would always keep that attractive smile on my face to look more handsome. I was, after all, a bachelor and a doctor too on top of it. അപ്പോൾ ഞാൻ വീണ്ടും നോക്കി, കണ്ണാടി നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ സ്മൈൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആകർഷണീയമായ ഒരു ചിരിയായിരുന്നു. അപ്പം ഞാൻ വീണ്ടും ഒരു ഡിസിഷൻ എടുത്തു. അപ്പം എന്തായിരുന്നു അടുത്ത ഡിസിഷൻ? ഐ വുഡ് ഓൾവേസ് കീപ് ദാറ്റ് അട്രാക്റ്റീവ് സ്മൈൽ ഓൺ മൈ ഫേസ്. അപ്പം ഞാൻ ഈ ഒരു ആകർഷണീയമായ ആ ഒരു പുഞ്ചിരി ഞാൻ എപ്പോഴും എൻ്റെ മുഖത്ത് വെക്കും എന്നുള്ളൊരു ഡിസിഷൻ കൂടി, ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ കൂടി ഞാൻ എടുത്തു. അതും കൂടി ആയാൽ ഞാൻ കൂടുതൽ ഹാൻസം ആവും, കൂടുതൽ സുന്ദരനാകും. ബിക്കോസ് ഐ വാസ് എ ബാച്ചിലർ. ഞാനൊരു ബാച്ചിലറായിരുന്നു. പിന്നെ അതൊക്കെ മുകളിൽ ഞാനൊരു ഡോക്ടറായിരുന്നു. അപ്പോൾ ഈ ഒക്കെ ഒരു ഡിസിഷൻ ഇയാളിൽ നമ്മുടെ ഹോമിയോപ്പതി ഡോക്ടർ കണ്ണാടിയിൽ നോക്കിയിട്ട് പല ഡിസിഷൻ എടുക്കുകയായിരുന്നു. ആൾ ചെറുപ്പക്കാരനായിരുന്നു. അപ്പോൾ സുന്ദരനാവാൻ ആഗ്രഹിച്ചിരുന്നു. കണ്ണാടി നോക്കിയപ്പോൾ ആൾ കൂടുതൽ സുന്ദരനാവാൻ വേണ്ടിയിട്ട് പല ഡിസിഷൻസും എടുത്തു. എഗെയിൻ കെയിം ദാറ്റ് സൗണ്ട് ഫ്രം എബോവ്. വീണ്ടും ആ സൗണ്ട് വന്നു മുകളിൽ നിന്ന്. ഐ ഗോട്ട് അപ്പ്, ലിറ്റ് എ ബീഡി ആൻഡ് പേസ്ഡ് അപ്പ് ആൻഡ് ഡൗൺ ദ റൂം. Then another lovely thought struck me. അപ്പം ഞാൻ എഴുന്നേറ്റു. എന്നിട്ട് ഞാനൊരു ബീഡി കത്തിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് വേറൊരു നല്ലൊരു ചിന്ത വന്നത്. എന്തായിരുന്നു ആ നല്ല ചിന്ത? I would get married to a woman doctor who had plenty of money and a good medical practice. She had to be fat for a valid reason. If I made some silly mistake and needed to run away, she should not be able to run after me and catch me. അപ്പോൾ എന്തായിരുന്നു അടുത്ത ഡിസിഷൻ, അടുത്ത ചിന്ത എന്തായിരുന്നു? വേറെ എന്താണ് അത് കഴിഞ്ഞിട്ട് ചിന്തിച്ചത്? ഞാൻ കല്യാണം കഴിക്കും. ഞാൻ ആരെ കല്യാണം കഴിക്കും? ഞാനൊരു ഡോക്ടറെ, കുറേ പൈസയും ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ്, നല്ല മെഡിക്കൽ പ്രാക്ടീസൊക്കെ ഉള്ള ഒരു നല്ലൊരു ഡോക്ടറെ കല്യാണം കഴിക്കും. പിന്നെ
വേറൊരു കണ്ടീഷനും കൂടി ഉണ്ട്. എങ്ങനെയാണ് എൻ്റെ ഭാര്യ ഫാറ്റ് ആകണം. ഷീ ഹാഡ് ടു ബി ഫാറ്റ് ഫോർ എ വാലിഡ് റീസൺ. ഒരു ന്യായമായ കാരണത്തിന് വേണ്ടി അവൾ ഫാറ്റ് ആയിരിക്കണം. എന്തിനാണ് അവൾ ഫാറ്റ് ആവുന്നത്? ഞാൻ എന്തെങ്കിലും ചെറിയ തെറ്റുകളൊക്കെ ചെയ്തിട്ട് ഓടേണ്ടി വന്നാൽ അവൾ എൻ്റെ പിന്നാലെ ഓടി എന്നെ പിടിക്കാൻ പാടില്ല. തടിയുള്ളവരാണെങ്കിൽ അധികം ഓടില്ലല്ലോ, അപ്പം എന്നെ പിടിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ തടിയുള്ളൊരു നല്ലൊരു ഡോക്ടറെ, നല്ല പൈസയും നല്ല മെഡിക്കൽ പ്രാക്ടീസ് ഉള്ളൊരു ഡോക്ടറെയും കല്യാണം കഴിക്കണമെന്നും അയാൾ ചിന്തിച്ചു. With such thoughts in my mind, I resumed my seat in the chair in front of the table. അപ്പം അങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ട് ആൾ വീണ്ടും ആ ചെയറിലിരുന്നു. ടേബിളിൻ്റെ ഫ്രണ്ടിലുള്ള ചെയറിൽ വീണ്ടും ഇരുന്നു. There were no more sounds from above. പിന്നെ ഒരു സൗണ്ട് മുകളിൽ നിന്ന് കേട്ടില്ല. Suddenly there came a dull thud as if a rubber tube had fallen to the ground. പിന്നെ പെട്ടെന്നായിരുന്നു ഒരു സൗണ്ട് കേട്ടത്. എന്ത് സൗണ്ടായിരുന്നു? ഒരു റബ്ബർ ട്യൂബ് താഴെ വീഴുന്നൊരു സൗണ്ട് പോലെ കേട്ടു. Surely nothing to worry about. ഒന്നും പേടിക്കാനൊന്നുമില്ല, ഒന്നും അപ്സെറ്റ് ആവാനൊന്നും ഇല്ല. Even so, I thought I would turn around and take a look. എന്തോ വീഴുന്ന സൗണ്ട് കേട്ടു, പക്ഷെ ഒരു റബ്ബർ ട്യൂബ് വീഴുന്ന പോലെയാണ് തോന്നിയത്. അപ്പം അതിൽ ഒന്നും വെറീഡ് ആവാനുള്ള ഒന്നും ഉണ്ടായില്ല. പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും ഞാൻ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കി. No sooner had I turned than a fat snake wriggled over the back of the chair and landed on my shoulder. The snake's landing on me and my turning were simultaneous. അപ്പം എന്താണ് ഉണ്ടായത്? ഇയാൾ തിരിയലും ഒരു പാമ്പ് ചെയറിൻ്റെ ബാക്കിൽ നിന്ന് ആളുടെ തോളിൽ വന്ന് നിന്നു. ഈ തിരിയലും ഈ സ്നേക്ക് ആളുടെ തോളിൽ നിൽക്കലും രണ്ടും ഒരേ സമയമായിരുന്നു. രണ്ടും കറക്റ്റ് ടൈമിന് ഇയാൾ തല തിരിച്ചു നോക്കലും ഈ പാമ്പ് താഴെ വീണിട്ട് ചെയർമേൽ കൂടെ വന്ന് ഇയാളുടെ മേലിരിക്കലും ഒക്കെ ഒരൊറ്റ ടൈമിൽ. അപ്പോൾ ഇപ്പം എന്താ ഉണ്ടാവുന്ന? തിരിഞ്ഞു നോക്കുമ്പോൾ ആരുണ്ട്? തോളിൽ പാമ്പുണ്ട്. I didn't jump. I didn't tremble. I didn't cry out. There was no time to do any such a thing. അപ്പോൾ ഞാൻ ചാടിയില്ല, പാമ്പ് മേലിരിക്കുകയാണ്, ഞാൻ ചാടിയില്ല, ഞാൻ വിറച്ചില്ല, കരഞ്ഞുമില്ല. ഇതൊന്നും ചെയ്യാനുള്ള സമയം അവിടെ ഇല്ല. കാരണം പാമ്പ് ഓൾറെഡി ഉണ്ട്, എൻ്റെ മേലുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റില്ല. The snake slithered along my shoulder and coiled around my left arm above the elbow. അപ്പോൾ ഈ പാമ്പ് എഴഞ്ഞിട്ട് എൻ്റെ ഷോൾഡറിൽ നിന്ന് എൻ്റെ ലെഫ്റ്റ് കൈമേൽക്ക് മുട്ടിന് മുകളിലായിട്ട് ചുറ്റി നിന്നു. The hood was spread out and its head was hardly 3 or 4 feet inches from my face. അതിൻ്റെ പത്തിയൊക്കെ വിടർത്തിയിട്ട് അത് ഇങ്ങനെ നിന്നു. അതിൻ്റെ തല എന്ന് പറഞ്ഞാൽ എൻ്റെ മുഖത്ത് നിന്ന് 3-4 ഇഞ്ച് അകലം മാത്രം ഉണ്ടായുള്ളൂ. It would not be correct to say merely that I sat there holding my breath. I was turned to stone, but my mind was very active. The door opened into darkness. The room was filled with darkness. In the light of the lamp, I sat there like a stone image in the flesh. ഞാൻ വെറുതെ അവിടെ ഇരുന്നു എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഒരു കല്ല് പോലെ ഇരുന്നു, ഞാൻ അനങ്ങിയില്ല. ഞാൻ അനങ്ങാണ്ട് ഒരു കല്ല് പോലെ അവിടെ ഇരുന്നു. പക്ഷേ എൻ്റെ മനസ്സ് ആക്റ്റീവായിരുന്നു. വാതിൽ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു, പുറത്തിരുട്ടാണ്, റൂമിലും ഇരുട്ടാണ്. ആ ഒരു മണ്ണെണ്ണ വിളക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഞാൻ ആ ഒരു സ്റ്റോണ് പോലെ അവിടെ ഇരുന്നു. I felt then the great presence of the creator of this world and this universe. God was there. Suppose I said something and he did not like it. I tried in my imagination to write in bright letters outside my little heart the words, "Oh God." ഇപ്പോഴാണ് എനിക്ക് ദൈവം ഉണ്ടെന്നും ലോകത്ത് ദൈവം ഉണ്ടെന്നും ഉള്ള ഒരു കാര്യം മനസ്സിലായത്, ആ ഒരു പ്രസൻസ് മനസ്സിലായത്. അപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ
ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഐ ട്രൈഡ് ഇൻ മൈ ഇമാജിനേഷൻ ടു റൈറ്റ് ഇൻ ബ്രൈറ്റ് ലെറ്റേഴ്സ്. ഞാൻ ഓ ദൈവമേ എന്ന് എഴുതാൻ വേണ്ടി ഇമാജിൻ ചെയ്തു. ദർ വാസ് സം പെയിൻ ഇൻ മൈ ലെഫ്റ്റ് ആം. എൻ്റെ ഇടത് കൈയിൽ പെയിൻ ഉണ്ടായിരുന്നു, വേദന ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ആസ് ഇഫ് എ തിക്ക് ലെഡൻ റോഡ്, നോ, എ റോഡ് മെയ്ഡ് ഓഫ് മോൾട്ടൺ ഫയർ വാസ് സ്ലോലി ബട്ട് പവർഫുള്ളി ക്രഷിങ് മൈ ആം. അത് എങ്ങനത്തെ പെയിൻ ആയിരുന്നു? ഒരു ഇരുമ്പിൻ്റെ ഒരു വടി അല്ല, ഒരു ഈ ഉരുക്കിയ ഈ തീയിൽ കത്തിച്ച ഈ വടി, ഇരുമ്പ് ഇത് നമ്മൾ തീയിൽ കത്തിക്കുമല്ലോ. മോൾട്ടൺ ഫയർ വാസ് സ്ലോലി ബട്ട് പവർഫുള്ളി ക്രഷിങ്. അത് എൻ്റെ കൈ ക്രഷ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. ദ ആം വാസ് ബിഗിനിങ് ടു ബി ഡ്രെയിൻഡ് ഓഫ് ഓൾ സ്ട്രെങ്ത്. എൻ്റെ ആ കൈ എല്ലാ ശക്തിയും ഇതായി പോകുന്ന പോലെ എനിക്ക് തോന്നി, ചോർന്നു പോകുന്ന പോലെ തോന്നി. വാട്ട് കുഡ് ഐ ഡു? എന്ത് ചെയ്യാൻ പറ്റും എനിക്ക്? അറ്റ് മൈ സ്ലൈറ്റസ്റ്റ് മൂമെൻറ്റ് ദ സ്നേക്ക് വുഡ് സ്ട്രൈക്ക് മീ. ഞാൻ എങ്ങാനും ഒരു എണങ്ങിക്കഴിഞ്ഞാൽ പാമ്പെന്നെ കൊത്തും. ഡെത്ത് lurked 4 inches away. Suppose it struck, what was the medicine I had to take? There were no medicines in the room. I was but a poor, foolish and stupid doctor. I forgot my danger and smiled feebly at myself. അപ്പോൾ മരണമെന്ന് പറഞ്ഞത് 4 ഇഞ്ച് അകലത്തിൽ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എങ്ങാനും എന്നെ കൊത്തിയാൽ ഞാൻ എന്ത് ചെയ്യും? മെഡിസിൻ ഉണ്ടോ? എന്ത് മെഡിസിനാണ് ഞാൻ കഴിക്കുക? റൂമിലൊരു മെഡിസിൻസും ഇല്ല. ഞാനൊരു പാവപ്പെട്ട വിഡ്ഢിയായ ഒരു ഡോക്ടറായിരുന്നു. ഐ ഫോഗോട്ട് മൈ ഡേഞ്ചർ ആൻഡ് സ്മൈൽ ഫീബ്ലി അറ്റ് മൈസെൽഫ്. ഞാൻ ആ ഒരു അപകടം മറന്നിട്ട് ഞാൻ എന്നെക്കുറിച്ച് തന്നെ ഓർത്തിട്ട് ചിരിച്ചു. ഇറ്റ് സീംഡ് ആസ് ഇഫ് ഗോഡ് അപ്രിഷിയേറ്റഡ് ദാറ്റ്. ദ സ്നേക്ക് ടേൺഡ് ഇറ്റ്സ് ഹെഡ്. അപ്പോൾ ആ ഒരു അവസ്ഥ, ആ ചിരിയും കണ്ടിട്ട് ദൈവം അത് അപ്രിഷിയേറ്റ് ചെയ്ത പോലെ തോന്നി, അംഗീകരിച്ച പോലെ തോന്നി. കാരണം സ്നേക്ക് മുഖം തിരിച്ചു. ഇറ്റ് ലുക്ക്ഡ് ഇൻ ടു ദ മിറർ ആൻഡ് സോ ഇറ്റ്സ് റിഫ്ലക്ഷൻ. അത് കണ്ണാടിയിലേക്ക് നോക്കി അതിൻ്റെ ബിംബം കണ്ടു. ഐ ഡിഡ് നോട്ട് ക്ലെയിം ദാറ്റ് ഇറ്റ് വാസ് എ ഫസ്റ്റ് സ്നേക്ക് ദാറ്റ് ഹാഡ് എവർ ലുക്ക്ഡ് ഇൻ ടു എ മിറർ. ഞാൻ പറയുന്നില്ല, ഞാൻ വാദിക്കുന്നില്ല ലോകത്ത് ആ സ്നേക്കാണ് ആദ്യമായിട്ട് മിററിലേക്ക് നോക്കിയെന്ന്. ബട്ട് ഇറ്റ് വാസ് സർട്ടൻ ദാറ്റ് ദ സ്നേക്ക് വാസ് ലുക്കിംഗ് ഇൻ ടു ദ മിറർ. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു അത് മിററിലേക്ക്, കണ്ണാടിയിലേക്ക് തന്നെ നോക്കുകയായിരുന്നു. വാസ് ഇറ്റ് അഡ്മയറിങ് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി? അത് അതിൻ്റെ തന്നെ സൗന്ദര്യം ആസ്വദിക്കുകയായിരുന്നു. വാസ് ഇറ്റ് ട്രൈങ് ടു മേക്ക് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ അബൌട്ട് ഗ്രോയിങ് എ മുസ്റ്റാഷ് ഓർ യൂസിങ് ഐ ഷാഡോ ഓർ മസ്കറ ഓർ വെയറിങ് എ വെർമിലിയൻ സ്പോട്ട് ഓൺ ഇറ്റ്സ് ഫോർഹെഡ്? അല്ലെങ്കിൽ അതും എന്നെപ്പോലെ വല്ല ഡിസിഷൻ എടുക്കുമായിരുന്നോ? ഇനി ഒരു മീശ വെക്കണമെന്നോ, അല്ലെങ്കിൽ ഐ ഷാഡോ ഇടണമെന്നോ, മസ്കാറ ഇടണമെന്നോ, അല്ലെങ്കിൽ ഒരു ചുവന്ന പൊട്ട്, നെറ്റിയിൽ ഒരു ചുവന്ന ബിന്ദി ഇടണമെന്നോ പൊട്ടിടണമെന്നോ വല്ല ഡിസിഷൻ എടുക്കുമായിരുന്നു. കാരണം അത് കണ്ണാടിയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. I did not know anything for certain. What sex was the snake? Was it male or female? I will never know, for the snake unwound itself from my arm and slowly slithered into my lap. കാരണം എനിക്കൊന്നും അറിയില്ല എന്തായിരുന്നു അത്, മെയിലാണോ ആൺപാമ്പാണോ പെൺപാമ്പാണോ എന്നൊന്നും എനിക്കറിയില്ല. ആൻഡ് ഐ വിൽ നെവർ നോ, എനിക്ക് അറിയാനും പറ്റില്ല. കാരണം സ്നേക്ക് പതുക്കെ എൻ്റെ കയ്യിൽ നിന്ന് ചുറ്റിയതൊക്കെ അഴിച്ചിട്ട് പതുക്കെ എൻ്റെ മടിയിലേക്ക് എഴഞ്ഞു വന്നു. ഫ്രം ദർ ഇറ്റ് ക്രെപ്റ്റ് ഓൺ ടു ദ ടേബിൾ ആൻഡ് മൂവ് ടുവേർഡ്സ് ദ മിറർ. അവിടുന്ന് അത് ടേബിളിൻ്റെ മുകളിലേക്ക് കയറി മിററിൻ്റെ കണ്ണാടിയുടെ അടുത്തേക്ക് പോയി. പെർഹാപ്സ് ഇറ്റ് wanted to enjoy its reflection at closer quarters. ചിലപ്പോൾ അത് അതിൻ്റെ റിഫ്ലക്ഷൻ അടുത്ത് കാണണമെന്ന് ഉണ്ടാവും. I was not mere image cut in granite. I was suddenly a man of flesh and blood. ഇപ്പോൾ ഈ പാമ്പ് പോയി കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഒരു ഇമേജ് അല്ല, ഗ്രാനൈറ്റിൽ കൊത്തിയ ഒരു ശില്പമല്ല. എനിക്ക് പെട്ടെന്ന് ബ്ലഡും മജ്ജൊക്കെ വന്ന ഒരു മനുഷ്യനായി മാറി. സ്റ്റിൽ ഹോൾഡിങ് മൈ ബ്രെത്ത് ഐ ഗോട്ട് അപ്പ് ഫ്രം ദ ചെയർ. ഐ ക്വൈറ്റ്ലി വെൻറ്റ് ഔട്ട് ത്രൂ ദ ഡോർ ഓൺ ടു ദ വെരാന്ത. അപ്പം ഞാൻ
എൻ്റെ ശ്വാസം പിടിച്ചിട്ട് പതുക്കെ എഴുന്നേറ്റ് ചെയർമെന്ന് എഴുന്നേറ്റിട്ട് പതുക്കെ ഞാൻ ഡോറിൻ്റെ അടുത്തേക്ക് വരാന്തയിലേക്ക് പോയി. ഫ്രം ദർ ഐ ലെപ്റ്റ് ഇൻ ടു ദ യാർഡ് ആൻഡ് റാൻ ഫോർ ഓൾ ഐ വാസ് വർത്ത്. എന്നിട്ട് അവിടുന്ന് ഞാൻ മുറ്റത്തേക്ക് പോയിട്ട് ഞാൻ അവിടുന്ന് ഓടി. ഹ്യൂ. Each of us heaved a sigh of relief. All of us lit beady. Somebody asked, Doctor, is your wife very fat? അപ്പം എല്ലാവരും ഈ ഒരു സ്റ്റോറി അത്രയും ഒരു പാമ്പതായതും ആ ഒരു സ്റ്റോറിയും കേട്ട് എല്ലാവരും അറ്റൻറ്റീവായിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഇത് പോയി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും റിലീവ്ഡായി. ആശ്വാസം വന്നു. എല്ലാവരും ഹാവ് എന്ന് പറഞ്ഞ് ഇട്ടിട്ട് അവർ പറഞ്ഞു. എന്നിട്ട് എല്ലാവരും ബീഡി കത്തിച്ചു. എന്നിട്ട് അതിലൊരാൾ ചോദിച്ചു, ഡോക്ടർ, നിങ്ങളുടെ വൈഫ് ഫാറ്റാണോ? നോ, ദ ഡോക്ടർ സെഡ്, ഗോഡ് വിൽഡ് അതർവൈസ്. മൈ ലൈഫ് കമ്പാനിയൻ ഈസ് എ തിൻ റെഡി പേഴ്സൺ വിത്ത് ദ ഗിഫ്റ്റ് ഓഫ് എ സ്പ്രിൻറ്റർ. പക്ഷേ ഡോക്ടർ പറഞ്ഞേ അല്ല, ദൈവത്തിൻ്റെ ആഗ്രഹം നേരെ തിരിച്ചായിരുന്നു. എൻ്റെ വൈഫ് വളരെ തിന്നായിട്ടുള്ളൊരു വളരെ തടി കുറവുള്ള ഒരു ആളാണ്, നല്ലൊരു ഓട്ടക്കാരിയുമാണ്. Someone else asked, Doctor, when you ran, did the snake follow you? വേറൊരുത്തൻ ചോദിച്ചു, നിങ്ങൾ ഓടിയപ്പോൾ പിന്നിൽ നിങ്ങളെ സ്നേക്ക് ഫോളോ ചെയ്തിരുന്നോ? The doctor replied, I ran and ran till I reached a friend's house. ഞാൻ ഓടിക്കൊണ്ടേയിരുന്നു എൻ്റെ ഒരു സ്നേഹിതൻ്റെ വീടെത്തണ വരെ. Immediately I smeared oil all over myself and took a bath. I changed into fresh clothes. വേഗം ഞാൻ തിരിഞ്ഞും ഒന്നും നോക്കിയില്ല. ഞാൻ ഓടിക്കൊണ്ടേയിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ എത്തണ വരെ. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ എണ്ണയൊക്കെ തേച്ചിട്ട് ഞാൻ കുളിച്ചു കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് the next morning at about 8:30 I took my friend and 1 or 2 others to my room and moved my things from there. പിന്നെ പിറ്റേ ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ടിനെയും വേറെ 1-2 പേരെയും കൂട്ടിയിട്ട് 8:30 രാവിലെ ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ അവിടുന്ന് മാറ്റാൻ വേണ്ടിയിട്ട് വന്നു. But we found we had little to carry. അപ്പോഴാണ് മനസ്സിലാക്കിയത് അധികമൊന്നും കൊണ്ടുപോകാനുണ്ടായിരുന്നില്ല. Some thief had removed most of my things. ഏതോ കള്ളന്മാർ വന്നിട്ട് ഭൂരിഭാഗം എല്ലാ സാധനങ്ങളും കൊണ്ടുപോയിരുന്നു. The room had been cleaned out, but not really. The thief had left behind one thing as a final insult. പക്ഷേ ഒരുവിധം എല്ലാം ക്ലീൻ ആയിരുന്നു. പക്ഷേ ഒരു സാധനം മാത്രം അത് ആ കള്ളൻ അവിടെ വെച്ചു ആസ് എൻ ഇൻസൾട്ട്, ഒരു ഇൻസൾട്ടായിട്ട്. വാട്ട് വാസ് ദാറ്റ്? ഐ ആസ്ക്ഡ്. ഞാൻ ചോദിച്ചു, എന്തായിരുന്നു അത്? ദ ഡോക്ടർ സെഡ്, മൈ വെസ്റ്റ്, ദ ഡേർട്ടി വൺ. ദ ഫെലോ ഹാഡ് സച്ച് എ സെൻസ് ഓഫ് ക്ലെൻലിനെസ്. ദ റാസ്കൽ കുഡ് ഹാവ് ടേക്കൺ ഇറ്റ് ആൻഡ് യൂസ്ഡ് ഇറ്റ് ആഫ്റ്റർ വാഷിംഗ് ഇറ്റ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എൻ്റെ ബനിയൻ, എൻ്റെ വൃത്തിയില്ലാത്ത ബനിയൻ, ആ ഒരു കള്ളൻ ഭയങ്കര വൃത്തിയുള്ള ഒരാളായിരുന്നു. ആ റാസ്കലിന് അത് കൊണ്ടുപോയിട്ട് വാഷ് ചെയ്തിട്ട് സോപ്പും വെള്ളം കൊണ്ട് വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കായിരുന്നു. അതൊരു ഇൻസൾട്ട്, എന്നെ അപമാനിച്ചതിന് തുല്യമായിട്ട് അയാൾ അതുമാത്രം അവിടെ ഇട്ടിട്ട് ബാക്കിയുള്ള എല്ലാം കൊണ്ടുപോയി. ഡിഡ് യു സീ ദ സ്നേക്ക് ദ നെക്സ്റ്റ് ഡേ ഡോക്ടർ? വേറൊരാൾ ചോദിച്ചു, നിങ്ങൾ ആ സ്നേക്കിനെ അടുത്ത ദിവസം കണ്ടോ? ദ ഡോക്ടർ ലാഫ്ഡ്. ഐ ഹാഡ് നെവർ സീൻ ഇറ്റ് സിൻസ്. ഇറ്റ് വാസ് എ സ്നേക്ക് വിച്ച് വാസ് ടേക്കൺ വിത്ത് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി. അപ്പോൾ ഡോക്ടർ പറഞ്ഞില്ല, ഞാൻ പിന്നെ അതിനെ കണ്ടിട്ടില്ല. ആ ഒരു സ്നേക്ക് എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ബ്യൂട്ടിയിൽ ആകർഷണീയമായ ഒരു സ്നേക്കായിരുന്നു. അപ്പോൾ ഇതാണ് ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറഞ്ഞുള്ള സ്റ്റോറി. ഇവിടെ നമ്മൾ ഒരു ഹോമിയോപ്പതി ഡോക്ടറാണ് കഥ പറയുന്നത്. ആളാണ് ഹോമിയോപ്പതിക് ഡോക്ടറാണ് ഇതിൻ്റെ ഹീറോ. ആള് ഫ്രണ്ട്സിനേറ്റ് ഡിസ്കസ് ചെയ്യുന്നു, സ്നേക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ആൾ പറയാണ്, നിങ്ങൾ എന്തെങ്കിലും നിങ്ങളെ ശരീരത്തെ എന്തെങ്കിലും ഒരു സ്നേക്ക് ചുറ്റിയിട്ടുണ്ടോയെന്ന്. അത് കഴിഞ്ഞിട്ട് ആളുടെ കഥ പറയാണ്. ആൾ ഒരു ദിവസം ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ സൗണ്ട് കേൾക്കുന്നതും ആൾ ടേബിളിന്മേൽ ഇരുന്ന് കണ്ണാടി നോക്കുമ്പോൾ മുടി ചീകി പല ഡിസിഷനും എടുത്ത് കഴിയുമ്പോൾ ഒരു സ്നേക്ക് ആളുടെ ഷോൾഡർ മേൽക്ക് വന്നതും ആളവിടെ എനങ്ങാണ്ട് ഒരു സ്റ്റില്ലായിട്ട് കുറേ നേരം ഇരുന്നു. കാരണം അനങ്ങിക്കഴിഞ്ഞാൽ അത് കൊത്തുന്നറിയാം.
പാമ്പ് കൊത്തുന്ന അറിയുന്നത് കൊണ്ട് സ്റ്റോണ് പോലെ അവിടെ ഇരുന്നതും പിന്നെ അത് മിറർ കണ്ടപ്പോൾ കണ്ണാടി കണ്ടപ്പോൾ ആ സ്നേക്ക് പതുക്കെ ഇഴഞ്ഞിട്ട് ആ മിററിൻ്റെ അടുത്ത് പോയി അത് നോക്കുന്ന ആ ഒരു സമയത്ത് ഈ ഡോക്ടർ രക്ഷപ്പെട്ട് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുന്നതും കാരണം അവൾ ഓടിപ്പോകുമ്പോൾ വാതിലൊന്നും അടച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിറ്റേ ദിവസം 8:30 വന്ന് നോക്കുമ്പോൾ റൂമെല്ലാം കാലിയാണ്. കള്ളന്മാർ കയറി എല്ലാം എടുത്തു. പക്ഷെ ഒരു അപമാനമായി എന്നുള്ള രീതിയിൽ ആളുടെ പഴയ വൃത്തികെട്ട ഡേർട്ടി ആയിട്ടുള്ള ആ ഒരു ബനിയൻ മാത്രം അവിടെ ബാക്കി വെച്ചു. അപ്പോൾ അതാണ് ദ സ്നേക്ക് ആൻഡ് ദി മിറർ. ഒരു ഹ്യൂമറസ് രൂപത്തിലാണ് ഈ കഥ അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരു തമാശ രൂപത്തിലാണ് ഈ ഒരു കഥ അവതരിപ്പിച്ചിട്ടുള്ളത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി വേറൊരു ക്ലാസ് വരെ താങ്ക് യു.